വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യാപാരിക്ക് സദൃശ്യമത്രേ. വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ തിരുവചനം. സ്വർഗരാജ്യത്തെക്കുറിച്ച് മറ്റൊരു സാമ്യം, ഉപമ പറയുകയാണ് കർത്താവ്. രത്നങ്ങൾ വിലയേറിയതാണ്, അത് സ്വർണത്തെക്കാളുമൊക്കെ വളരെ വില കൂടിയതാണ്. സത്യത്തിലത് കല്ലാണ്, പക്ഷേ അതിൻ്റെ മാറ്റ്, അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. നല്ല രത്നങ്ങൾ നിർണയിക്കാനാകാത്തത്രയും മാറ്റുള്ളവയാണ്. അവയുടെ വില നിർണയിക്കുക ഒട്ടും എളുപ്പമല്ല. വില നിർണയിക്കാനാകാത്ത ഒരു മനോഹരമായ രത്നത്തിൻ്റെ അവസ്ഥയാണ് ദൈവരാജ്യത്തിന് ഇവിടെ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഭൂമിയുടെ പരിമിതിക്കുള്ളിൽ നിന്ന്, തൻ്റെ ബുദ്ധിയുടെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് സ്വർഗരാജ്യത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ എത്ര മൂഢനാണ്. എന്തും ഏതും എൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങിയാലേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നുള്ള മനുഷ്യൻ്റെ അഹന്തയിൽ നിന്നാണ് സ്വർഗരാജ്യം അവന് നിസ്സാരമായി തോന്നുന്നത്. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുവാൻ മനുഷ്യബുദ്ധിക്ക് കഴിയില്ല. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ആരുടെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ടില്ലാത്തതുമായ ഒരു മഹത്വ ജീവിതത്തെക്കുറിച്ച് ദൈവം വചനത്തിലൂടെ പഠിപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് മൂഢരാകാതെ വിവേകമതികളാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കരയച്ചൻ.